പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി, നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഉയർപ്പ് ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെയും മരണത്തിൻ്റെയും പീഡാനുഭവങ്ങളുടെയും ഒക്കെ തുടർച്ചയായിട്ടാണ് ഉയർപ്പ് സംഭവിച്ചിരിക്കുന്നത്. മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന തൻ്റെ പ്രവചനം യാഥാർത്ഥ്യമാക്കിക്കൊണ്ടാണ് കർത്താവ് ഉയർത്തെഴുന്നേറ്റത്. ഉയർത്തെഴുന്നേറ്റ് കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്കാണ് പ്രത്യക്ഷപ്പെട്ടത്. സകല ജനങ്ങൾക്കും അവിടുന്ന് പ്രത്യക്ഷനായില്ല. അതുകൊണ്ട് ഉയർപ്പിൻ്റെ ഫലവും കർത്താവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കാണ് ലഭ്യമായിരിക്കുന്നത്. അത് സകലർക്കും സാധ്യമായിട്ടുള്ള ഒന്നാണ്. കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് മാത്രമേ ഉയർപ്പിൻ്റെ ഫലങ്ങളിലേക്ക്, വാഗ്ദാനങ്ങളിലേക്ക്, അല്ലെങ്കിൽ കൃപാവരങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്താണ് ഉയർപ്പിൻ്റെ പ്രത്യാശ എന്ന് പറയുന്നത്? ഉയർപ്പിൻ്റെ ഫലം എന്ന് പറയുന്നത് എന്താണ്? ഒന്നാമതായി അത് മരണത്തിൻ്റെ മേലുള്ളൊരു വിജയമാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മരണത്തെ വിട്ട് നിത്യജീവനിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ടാണ് ശുദ്ധമുള്ള യോഹന്നാൻ്റെ സുവിശേഷം 5:24 വാക്യത്തിൽ തൻ്റെ പരിശുശ്രൂഷയുടെ കാലത്ത് തന്നെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്നതിന് നിത്യജീവനുണ്ട്, അവൻ മരണത്തെ വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു, അവന് ശിക്ഷാവിധിയില്ല എന്ന്. അപ്പോൾ ജീവിച്ചിരിക്കുന്ന ഈ സമയത്ത് തന്നെ ഒരു വ്യക്തിക്ക് കർത്താവിൽ വിശ്വസിക്കാനായിട്ട് സാധിക്കുന്നുവെങ്കിൽ, ദൈവപുത്രനായ മെസ്സിഹായാണ് യേശു ക്രിസ്തു എന്ന് ഏറ്റുപറയാനായിട്ട് സാധിക്കുന്നുവെങ്കിൽ, അവൻ മരണത്തെ വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു എന്ന് കർത്താവ് പറയുകയുണ്ടായി. പ്രിയമുള്ളവരെ, ഉയർപ്പ് ആ പ്രത്യാശയിലേക്കാണ് നമ്മളെ നയിക്കുന്നത്. വീണ്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും, തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 4-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധനായ പൗലോസ്ലീഹ പറയുന്നുണ്ട്, പ്രിയമുള്ളവരെ, പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ നിദ്ര പ്രാപിച്ചവരെക്കുറിച്ച് നമ്മൾ ദുഃഖിക്കരുത് എന്ന് അറിയണമെന്ന് പൗലോസ്ലീഹ പറയുകയാണ്. പൗലോസ്ലീഹ വീണ്ടും പറയുകയാണ്, കർത്താവ് രണ്ടാമത് വരുമ്പോൾ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും, ജീവനോടിരിക്കുന്ന നമ്മൾ വീണ്ടും രൂപാന്തരം പ്രാപിച്ച് കർത്താവിനോട് ചേരും എന്ന്. വീണ്ടും പൗലോസ്ലീഹ പറയുന്നുണ്ട്, കൊരിന്തോസ്യർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 1 കൊരിന്തർ 15-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, പുനരുത്ഥാനം ഇല്ല എങ്കിൽ, മരിച്ചവർക്ക് പുനരുത്ഥാനം ഇല്ല എങ്കിൽ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം എന്ന് പൗലോസ്ലീഹ അസന്നിഗ്ധമായ ഭാഷയിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഉയർപ്പിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ്? കർത്താവ് ഉയർത്തെഴുന്നേറ്റത് മുഖാന്തരമായി സാത്താൻ്റെ മേലും പാപത്തിൻ്റെ മേലും മരണത്തിൻ്റെ മേലും ഒരു വ്യക്തിക്ക് വിജയം ലഭിക്കുന്നു എന്നുള്ളതാണ് ഉയർപ്പിൻ്റെ പ്രത്യാശ എന്ന് പറയുന്നത്. കർത്താവ് ഉയർത്തെഴുന്നേറ്റത് മുഖാന്തരമായി പൈശാചിക ശക്തികളുടെ മേൽ നമുക്ക് വിജയം ലഭിക്കുന്നു. എങ്ങനെയാണ് ആ വിജയം ലഭിക്കുക? ഉയർത്തെഴുന്നേറ്റ കർത്താവ് വാഗ്ദാനപ്രകാരമുള്ള പരിശുദ്ധാത്മാവിനെ ശിഷ്യസമൂഹത്തിൻ്റെ മേൽ അയച്ചു. അങ്ങനെയാണ് ശിഷ്യസമൂഹം ശക്തി പ്രാപിച്ചത്. നമുക്കറിയാം, കർത്താവ് ക്രൂശിൽ മരിച്ച സമയത്ത് ശിഷ്യസമൂഹം ഓടി ഒളിക്കുന്നുണ്ട്. 3-4 പേര്, സ്ത്രീകളടക്കം കുറച്ച് പേർ മാത്രമാണ് കുരിശിൻ ചുവട്ടിലുണ്ടായിരുന്നത്. ബാക്കിയുള്ളവരെല്ലാം ഓടി ഒളിക്കുന്നുണ്ട്. എന്നാൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ് 40 ദിവസം ശിഷ്യന്മാരെ ഒരുമിച്ച് കൂട്ടി അവരെ പഠിപ്പിച്ചു. 40-ാം നാൾ കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാരോട് ആവശ്യപ്പെട്ടിരുന്ന പ്രകാരം അവർ പ്രാർത്ഥിച്ച് കാത്തിരുന്നു. 50-ാം നാൾ പരിശുദ്ധ റൂഹായെ വാഗ്ദാനപ്രകാരം ശിഷ്യസമൂഹത്തിൻ്റെ മേലയച്ചു. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് 3 കാര്യങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ടായി. ഒന്ന്, അവർ വചനത്തിൽ ആഴപ്പെടാനായിട്ട് ഇടയായിത്തീർന്നു. പത്രോസ് അപ്പോസ്തലൻ ശിഷ്യന്മാരുടെ മധ്യത്തിൽ എഴുന്നേറ്റ് നിന്ന് ജോയൽ 2:28 വചനം പ്രസംഗിച്ചു. സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, യുവജനങ്ങൾ ദർശനങ്ങൾ കാണും, വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. ആ നാളുകളിൽ എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്ന വചനം പത്രോസ് അപ്പോസ്തലൻ പ്രസംഗിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ വചനം ഞങ്ങളിൽ നിറവേറിയിരിക്കുന്നു. അപ്പോൾ വാഗ്ദാനപ്രകാരമുള്ള പരിശുദ്ധാത്മാവിനെ അവർക്ക് ലഭിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ പുനരുത്ഥാനത്തിൻ്റെ ഫലം എന്ന് പറയുന്നത്. രണ്ടാമത് നമ്മൾ കാണുന്നുണ്ട്, അവർക്ക് വിശുദ്ധ കുർബാന എന്ന ആരാധന അർപ്പിക്കുവാനുള്ള കഴിവ് അവർക്ക് ലഭിച്ചു. വിശുദ്ധ കുർബാന എന്ന ആരാധന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് യേശുക്രിസ്തു മുഖാന്തരം പിതാവിന് അർപ്പിക്കുന്ന ബലിയാണ്. അങ്ങനെ വിശുദ്ധ ബലി അർപ്പിക്കാനുള്ള യോഗ്യതയിലേക്ക് അവർ വളർന്നു എന്നുള്ളതാണ് രണ്ടാമത് അവർക്ക് ലഭിച്ച ഫലമെന്ന് പറയുന്നത്. മൂന്നാമത്തെ ഫലം നിത്യജീവനെക്കുറിച്ചുള്ള ഉറപ്പ് അവർക്ക് ലഭിച്ചു. അവർ ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ ആരംഭിച്ചു. യേശുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, അവൻ ന്യായവിധിയിൽ ഉൾപ്പെടാതെ മരണത്തെ വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നുവെന്ന യേശുവിൻ്റെ വചനങ്ങൾ, ആ ദൈവരാജ്യത്തിൻ്റെ സന്ദേശം അവർ ലോകത്തോട് പ്രസംഗിക്കാൻ ആരംഭിച്ചു. അങ്ങനെ വചനത്തിൻ്റെ കവാടം അവർക്ക് തുറന്നു കിട്ടി. വിശുദ്ധ കുർബാന എന്ന ആരാധന അർപ്പിക്കാനായിട്ട് അവർക്ക് സാധിച്ചു. ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം ലോകമൊക്കെയും പ്രചരിപ്പിക്കാനുള്ള നൽവരം അവർക്ക് നൽകപ്പെട്ടു.
പ്രിയമുള്ളവർ, ഈ പുനരുത്ഥാനത്തിൻ്റെ മക്കളാണ് നമ്മൾ. മാമോദിസായുടെ മക്കളായി തീർന്നു. യേശു പുനരുത്ഥാനം ചെയ്തതോടുകൂടി പുനരുത്ഥാനത്തിൻ്റെ മക്കളായി നമ്മൾ മാറിയിരിക്കുകയാണ്. മാമോദിസായുടെയും പുനരുത്ഥാനത്തിൻ്റെയും മക്കളായി നമ്മൾ തീരണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവായ ദൈവത്തെ നമ്മൾ സ്വീകരിക്കണം. അതാണ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം അവരോട് പറഞ്ഞു, നിങ്ങൾ കാത്തിരുന്ന് ആത്മാവിനെ പ്രാപിക്കണം. അപ്പോൾ അവർ വിചാരിച്ചത് എന്താണ് പരിശുദ്ധാത്മാവ്? അവർ വിചാരിച്ച് യേശു ക്രിസ്തുവിനെ പോലെ വേറൊരു വ്യക്തി വരികയായിരിക്കുമോ എന്ന് ശിഷ്യന്മാർ സംശയിച്ചു. എന്നാൽ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധ റൂഹ അവരുടെ മേൽ തീനാവുകളുടെ രൂപത്തിൽ എഴുന്നള്ളി വന്നു. പ്രിയമുള്ളവരെ, പുനരുത്ഥാനത്തിൻ്റെ വിശ്വാസം അല്ലെങ്കിൽ കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലുള്ള നമ്മുടെ വിശ്വാസം വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ ഉയർത്തെഴുന്നേറ്റ് കർത്താവ് ആത്മസ്വരൂപനായി നമ്മുടെ ഇടയിൽ വസിക്കുന്നു എന്ന അവബോധത്തിലേക്ക് നമ്മൾ വളരണം. പരിശുദ്ധാത്മാവാണ് നമ്മളെ ഈ വിശ്വാസത്തിൽ ആഴപ്പെടുത്താനായിട്ട് സാധിക്കുകയുള്ളൂ. പരിശുദ്ധാത്മാവിലൂടെ മാത്രമാണ് ദൈവത്തിൻ്റെ സ്നേഹത്തെ നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ, ദൈവത്തിൻ്റെ ശക്തി നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുകയുള്ളൂ, ദൈവത്തിൻ്റെ നൽവരങ്ങളെ പ്രാപിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊണ്ട് മാത്രമേ പുനരുത്ഥാനത്തിൻ്റെ മക്കളായിട്ട് തീരാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് കർത്താവ് ശുദ്ധമുള്ള യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ നിക്കോദെമോസിനോട് പറഞ്ഞു, നീ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ നിനക്ക് ദൈവരാജ്യത്തിൽ പ്രവേശനമില്ല എന്ന്. ആ വീണ്ടും ജനനം പരിശുദ്ധാത്മാവിലൂടെയാണ് നമുക്ക് സാധിക്കുക. ആ പരിശുദ്ധാത്മാവിനെയാണ് പുനരുത്ഥാനം ചെയ്ത കർത്താവ്, ഉയർത്തെഴുന്നേറ്റ കർത്താവ് 40 ദിവസത്തിൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച ശേഷം സ്വർഗ്ഗാരോഹണം ചെയ്തതിന് ശേഷം പെന്തക്കോസ്ത് നാളിൽ ശിഷ്യസമൂഹത്തിൻ്റെ മേൽ അയച്ചത്. ആ ശിഷ്യന്മാരിലൂടെ യേശുവിൻ്റെ എല്ലാ ശിഷ്യന്മാരിലേക്കും യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ഈ പരിശുദ്ധാത്മാവിൻ്റെ ദാനം നൽകപ്പെട്ടിട്ടുണ്ട്. ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദ്വേഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികമായി കൊടുക്കും എന്ന്. വിശുദ്ധ കുർബാനയുടെ 1-ാമത്തെ ആശീർവാദത്തിൽ നമ്മൾ കേൾക്കുന്നുണ്ട്, പിതാവും ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ എന്ന്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് പരിശുദ്ധാത്മാവിലൂടെ നമ്മിൽ വസിക്കുന്നു എന്ന തിരിച്ചറിവ് ഈ ഉയർപ്പ് ഞായർ നമുക്കുണ്ടാകണം. അതുകൊണ്ട് മാമോദിസായിലൂടെ നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിനെ പുതുക്കുവാനുള്ള നാളുകളാണ് നോമ്പിൻ്റെ നാളുകൾ. ഇതാ ഉയർപ്പിൻ്റെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി സ്വർഗ്ഗാരോഹണത്തിൻ്റെയും പെന്തക്കോസ്തിയുടെയും പെരുന്നാളുകൾ നമുക്ക് ആഘോഷിക്കാനുണ്ട്. അപ്പോൾ ആ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നു, പരിശുദ്ധാത്മാവിനാൽ ഞാൻ വഴി നടത്തപ്പെടുന്നു, പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം ഞാൻ അനുഭവിക്കുന്നു എന്ന നവമായ അവബോധത്തിലേക്ക്, പുതുസൃഷ്ടിയായി തീരുന്ന അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ.